ദില്ലിയിൽ ആരംഭിച്ച രാജ്യാന്തര വിപണന മേളയിൽ കേരളത്തിന്റെ പവലിയൻ ശ്രദ്ധയാകർഷിക്കുന്നു. കേരളത്തിലെ കുടുംബശ്രീയുടെ വിജയഗാഥയെ അടിസ്ഥാനമാക്കിയാണ് ഇത്തവണ കേരള പവലിയൻ ഒരുക്കിയിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണമാണ് ഇത്തവണത്തെ ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിന്റെ മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വിജയിച്ച സ്ത്രീ ശാക്തീകരണത്തിന്റെ മാതൃകകളാണ് കേരള പവലിയനിലും ദൃശ്യമാകുന്നത്. വിവിധ സർക്കാർ സ്വകാര്യ കമ്പനികൾ നടത്തുന്ന 64 സ്റ്റാളുകൾ ഇത്തവണ കേരള പവലിയനിലുണ്ട്. ഇന്ത്യക്ക് തന്നെ മാതൃകയായ സംസ്ഥാനത്തെ കുടുംബശ്രീയുടെ പ്രവർത്തനമാണ് സ്റ്റാളിലെ പ്രധാന ആകർഷണീയത. ജനമൈത്രി പോലീസും സ്റ്റാളിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. വ്യാപാരമേളയിലൂടെ സംസ്ഥാനത്തേക്ക് കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാനാകുമെന്ന് കേരള പവലിയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് പറഞ്ഞു. മുകളിലത്തെ നില മുഴുവൻ വ്യവസായ വകുപ്പിന്റെ ചുമതലയിലാണ് ചെയ്യുന്നത്. വ്യവസായ വകുപ്പിന്റെ നമ്മുടെ പ്രത്യേകമായും കേരളം ചൂണ്ടിക്കാണിക്കുന്ന നമ്മുടെ സ്റ്റാർട്ടപ്പ് വില്ലേജ് യങ് എന്റർപ്രണേഴ്സിനുള്ള അതടക്കമുള്ള കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. തനത് കേരള വിഭവങ്ങൾ കിട്ടുന്ന കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടും കേരള പവലിയന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അന്താരാഷ്ട്ര വിപണനമേളയിൽ ഏറ്റവും മികച്ച ഫുഡ് കോർട്ടിനുള്ള അവാർഡ് ലഭിച്ചത് കേരളത്തിൽ നിന്നെത്തിയ കുടുംബശ്രീ പ്രവർത്തകർക്കായിരുന്നു. 22-ാം തീയതിയാണ് വ്യാപാരമേളയിലെ കേരള ദിനാഘോഷം. റിപ്പോർട്ടർ, ദില്ലി.